നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തെ നടുക്കിയ കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 29ആയി. ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഭാരതത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം അഴിച്ചുവിടുന്ന ലഷ്കർ ഇ തോയ്ബയുടെ പങ്കാളിത്തം കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നിരപരാധികളെ മതം ചോദിച്ച് പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് നിറയൊഴിക്കുന്ന കൊടും ഭീകരത. ഈ ഭീകരതയ്ക്കെതിരെ, ഇത് നടപ്പിലാക്കിയവർക്കെതിരെ കനത്ത തിരിച്ചടി തന്നെയാണ് ഭാരതത്തിലെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നത്. തീവ്രവാദത്തെ വേരോടെ പിഴുതെറിയുന്ന നിരന്തര നീക്കം അതിൻ്റെ സർവ്വശക്തിയിലും അനിവാര്യമായിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ജനം ഡിബേറ്റിൽ ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ബ്രിഗേഡിയർ വേണു നായർ, കേണൽ രാജീവ് മണാലി, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസൂട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം ഡോക്ടർ നുസ്രത് ജഹാൻ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ബ്രിഗേഡിയർ വേണു നായരിലേക്കാണ്. ശ്രീ വേണു നായർ, കഴിഞ്ഞ ദിവസത്തെ ഭീകരാക്രമണം പഹൽഗാമിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ ഭാരതത്തെ ഞെട്ടിച്ചു. അതിലുമുപരി ഈ ഭീകരവാദത്തെ ഭീരുക്കളുടെ ഒരു നീക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിരപരാധികളായ ഒരു കൂട്ടം ജനതയെയാണ് അവരുടെ മതം നോക്കി പേര് ചോദിച്ച് പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി കൊലപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് അവർ അതേ ഭീരുക്കളെപ്പോലെ അവിടെ നിന്നും സ്ഥലം വിടുന്നു. എന്തായാലും അവർക്കായുള്ള തിരച്ചിൽ സൈന്യം ആരംഭിച്ചിട്ടുണ്ട്. കനത്ത തിരിച്ചടി തന്നെ നൽകും എന്ന് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്ക് ഈ ഭീകരാക്രമണത്തെ എങ്ങനെ കാണാം, ഇതിലെ പാകിസ്ഥാന്റെ പങ്കാളിത്തം, ലഷ്കർ ഇ തോയ്ബയുടെ നീക്കം, ഒപ്പം എവിടെയെങ്കിലും നമ്മൾ ഇത് മനസ്സിലാക്കുന്നതിൽ നിന്ന് ഇന്റലിജൻസ് അല്പമെങ്കിലും പിന്നോട്ടാഞ്ഞോ എന്നുള്ളതിലടക്കം താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? എല്ലാവർക്കും ജയ് ഹിന്ദ്. പെഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിൽ ദിവംഗതരായ 29 പേർക്ക് അന്ത്യാത്മജി അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. നമുക്ക് ഇങ്ങനെ ഒരു ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഉണ്ടായത്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഉണ്ടായത് എന്നാണ് പറയേണ്ടത്. എങ്ങനെ ഇവിടെ ചെയ്തു, എന്തിനിവിടെ ചെയ്തു എന്നീ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എനിക്ക് ഈ കാശ്മീരിൽ ഒരു 8 വർഷം പല ഘട്ടങ്ങളിലായി പല റാങ്കുകളിലായിട്ട് സർവീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 വർഷം പറയേണ്ടത് ഈ മിലിറ്റൻസിയുടെ തുടക്കത്തിൽ 94-96 എൻ്റെ യൂണിറ്റ് ഞാൻ കമാൻഡ് ചെയ്യുന്നത് ശ്രീനഗർ ആൻഡ് അറൗണ്ട് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പറേഷണൽ റോളിൽ എൻ്റെ ബ്രിഗേഡിന്റെ കൂടെ ഇവിടെ എല്ലായിടത്തും നടക്കുവാനും സ്ഥലങ്ങൾ പരിചയപ്പെടുവാനും ഓപ്പറേഷനിൽ പങ്കെടുക്കുവാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ലേറ്റാപൂരിൽ കാൽനടയായിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാണല്ലോ പുൽവാമ ഉണ്ടായത്. ഊറിയിൽ പല തവണ പോയിട്ടുണ്ട്. LCയിൽ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മിലിറ്റൻസി കൂടുതലും ജമ്മു വാലി, ശ്രീനഗർ വാലിയിലാണ് ഉണ്ടായത്. നോർത്ത് കാശ്മീർ ആയിരുന്നു അതിന്റെ താവളം. പിന്നെ അത് സൗത്ത് കാശ്മീരിലേക്ക് വന്നു. സൗത്ത് കാശ്മീരിലാണ് ഈ അനന്ത്നാഗ് ഡിസ്ട്രിക്ട്, ഈ പഹൽഗാം എന്ന് പറയുന്ന ഈ സ്ഥലം ഉൾപ്പെടുന്ന സ്ഥലം. അപ്പോൾ പ്രധാനമായിട്ടും ആർമിയുടെയും സെൻട്രൽ പോലീസ് ഫോഴ്സസിന്റെയും JNK പോലീസിന്റെയും ഒക്കെ ബലിദാനത്തിലൂടെയാണ് ഒരു സ്റ്റെബിലിറ്റി ഇൻ ദ ഏർലി 90s ഉണ്ടാക്കിയത്. അതില് ഏതാണ്ട് 50,000 കാഷ്വാലിറ്റീസ് ഞങ്ങൾ എല്ലാവരും കൂടി സഹിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും ആർമിയാണ്. സിവിലിയന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും കാരണം എന്താണ്? JNK ഇന്ത്യയിൽ ചേരരുത് എന്ന്, ചേർന്നാലും അവരെ എങ്ങനെയാണെങ്കിലും നമ്മുടെ കൂടെ നിർത്തണം എന്നുള്ള ഒരു പാകിസ്ഥാൻ ഭരണകർത്താക്കളുടെ അത്യമോഹം ആയിരുന്നു. അത് ഇറ്റ് ഈസ് നോട്ട് എ ഫെയർ വൺ. എന്ന് വെച്ചാൽ അതിന്റെ അന്നത്തെ ഭരണാധികാരി ആസ് പെർ ദ റിക്വയർമെന്റ് അക്സഷൻ ലിസ്റ്റ് സൈൻ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അവര് വിചാരിച്ചു ലഷ്കറിന്റെ കൂടെ വന്ന് പാകിസ്ഥാനി സൈനികരാണ് ഉണ്ടായിരുന്നത്, അവരുടെ കൂടെ അവിടുത്തെ ആവാം എന്ന് വെച്ചാൽ പബ്ലിക് കൂടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. 48 അതിനൊരു യുദ്ധവിരാമം ഉണ്ടാകുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് 65 വാർ ഓഫ് ജിബ്രാൾട്ടർ നടന്നു. അതും
JNK വേർപെടുത്തുന്നതിനായിരുന്നു. അതൊന്നും നടന്നില്ല. 71 വാർ നടന്നു. അപ്പോഴും വിചാരിച്ചു ഈ JNKയിലെ അവാം അവരുടെ കൂടെ നിൽക്കും. അതൊന്നും നടന്നില്ല. 93,000 prisoners of war ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. നമ്മൾ അവരെ നന്നായിട്ട് നോക്കി. ഒരു ഇയർ പ്ലസ് വളരെ ജനീവ കൺവെൻഷൻ അനുസരിച്ചാണ് അവരെ നോക്കിയത്. അത് കഴിഞ്ഞ് അവരെ നമ്മൾ പല കാര്യങ്ങളും ഇൻ ഹൈൻസൈറ്റ് നമുക്ക് പറയാം, പല കാര്യങ്ങളും നേർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്, പരമാർത്ഥമാണ്. അപ്പൊ അന്നത്തെ സ്ഥിതി പലർക്കും അറിയില്ലായിരിക്കും. എന്നാലും ഒരു ലോങ് വിഷൻ ഉണ്ടായിരുന്ന ഭരണാധികാരി ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ബാക്കി ശേഷമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് പലതും. അപ്പോൾ ഒരു കൺവെൻഷണൽ വാറിൽ നമ്മളെ ഇന്ത്യൻ ആർമിയെയും ഇന്ത്യയെയും കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യാഹ്യാ ഖാനാണ് ഈ 1000 കട്ട്സിൽ നമ്മളെ ബ്ലീഡ് ചെയ്യിച്ച് നമ്മളെ അടിയറ പറ്റിക്കാമെന്ന് കരുതി ഈ ഇവിടുത്തെ ഇൻസർജൻസി ഉണ്ടാകുന്നത് കാശ്മീരിലെ. അപ്പൊ അന്നത്തെ ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് പൊളിറ്റിക്കൽ ഫ്രണ്ട് ആയിരുന്നു. അവരുടെ മിലിറ്റന്റ് വിങ് ആയിട്ട് ഹിസ്ബുൾ മുജാഹിദീൻ ഉണ്ടായിരുന്നു. അവരാണ് ഇതിന്റെ തുടക്കം വരുന്നത്. അപ്പൊ 87-ലാണ് ലഷ്കർ തൊയ്ബ വരുന്നത്. 99-ലാണ് നമ്മുടെ ജയ്ഷെ മുഹമ്മദ് വരുന്നത്. ഇന്ത്യ ഭരണാധികാരികൾ എപ്പോഴും ഒരു റീകൺസിലിയേഷൻ മോഡിലായിരുന്നു. നമ്മുടെ 1999 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ വാജ്പേയിയുടെ ലാഹോർ യാത്ര നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് സമാധാനത്തിന്റെ വെള്ളക്കൊടിയുമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് വാഗാ ബോർഡിൽ വരി ലാഹോറേക്ക് പോയത്. പക്ഷെ അതിന്റെ പുറകെ അതേ സമയത്താണ് 99-ലെ കാർഗിൽ യുദ്ധത്തിനുള്ള പ്ലാനിങ്ങും അവരുടെ ഇൻഫിൽട്രേഷനും ഒക്കെ നടന്നത്. അത് അഗെയിൻ ദാറ്റ് വാസ് എ ഗ്രാൻഡ് പ്ലാൻ. അത് മനസ്സിലായത് പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതിന്റെ ഫേസ് 1-ൽ തന്നെ പിടിച്ചു നിർത്താൻ നമുക്ക് നമ്മുടെ യങ് സോൾജിയേഴ്സിനും നമ്മുടെ ഒരു കമ്പൈൻഡ് എഫേർട്ട് കൊണ്ട് നമുക്ക് പറ്റി. അതിൽ നമുക്ക് അവര് അന്ന് മനസ്സിലാവല്ലോ, ന്യൂബ്ര ലൈറ്റ് ഇൻഫൻട്രിയിലെ പട്ടാളക്കാരുടെ മൃതശരീരങ്ങൾ പോലും അവര് എടുത്തില്ല. അതാണ് അവരുടെ ഒരു ഇത്. എന്തുകൊണ്ടും ഈ ആർമിയും ആർമിക്കാരും ഇൻഫിൽട്രേറ്റേഴ്സും മിലിറ്റൻസും എല്ലാവർക്കും ഒരു അത്ര വകയില്ലാത്ത ജീവിതങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എന്ന് നോക്കിയാല് കുറച്ച് ദിവസം മുമ്പ് അവരുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആസിഫ് മുനീർ നടത്തിയ ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ എല്ലാവർക്കും അറിയുമായിരിക്കും. അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും പറയാമല്ലോ, അത് ഞാൻ എല്ലാം എടുത്തെടുത്ത് പറയണമെന്ന് വിശ്വസിക്കുന്നില്ല. അവരുടെ വിചാരം പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാരിൽ സുപ്പീരിയർ ആണ് എല്ലാ വിധത്തിലും. അവരാണ് മുസ്ലിമിന്റെ രണ്ടാമത്തെ നല്ല രാജ്യം ഉണ്ടാക്കിയത് പ്രൊഫറ്റ് മുഹമ്മദിന് ശേഷം 1600 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനാണെന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു ഡയസ്പോറ അഡ്രസ് കൊണ്ട് ചെയ്ത് പറഞ്ഞത്. പക്ഷേ പല കാര്യം അവിടെ തന്നെ അഹമ്മദീയരെ ഇതായിട്ട് കരുതുന്നു. അഫ്ഗാനിസ്ഥാനികൾ അവരെ ശരിക്കുള്ള മുസ്ലിംസ് ആയിട്ട് കരുതുന്നില്ല. അവര് തന്നെ 71-ല് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ പോയി. അപ്പോൾ എവിടെയാണ് അവരുടെ ഒരു കൂട്ടായ്മയോ അവരുടെ മതത്തിന്റെ രീതിയിൽ അവർ ചെയ്യുന്നത്? അവര് അവിടെ നടക്കുന്നത് പഞ്ചാബിലെ ഭരണമാണ്. ഇപ്പോൾ ഇത് നടത്താനുള്ള കാര്യം അവിടുത്തെ ആർമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഇവിടുത്തെ പോർട്ട് കാശ്മീർ പോർട്ട് ഷുഡ് കീപ് ബോയിലിംഗ് എന്നുള്ളതാണ് അവരുടെ ആഗ്രഹവും. അതാണ് അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുള്ള ISI ആർമി ഒരു മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ആളുകളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലഷ്കർ തൊയ്ബയും ഈ ജയ്ഷെ മുഹമ്മദും ഒക്കെ. അതിന്റെ ഒരു മുമ്പിലെ ഈ നമ്മുടെ ഹോം ഗ്രൗണ്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ വേറൊരു ഇത് പറയുന്നത് റെസിസ്റ്റന്റ് ഫ്രണ്ട്. നമ്മൾ അതിനു മുമ്പ് വളരെ കേട്ടിട്ടില്ലാത്തതാണ്. അവരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തത്. പക്ഷെ ഇതിന്റെ പിന്നിൽ ലഷ്കർ തൊയ്ബയാണ്, ISI ആണ്, പാകിസ്ഥാൻ ആർമി ചീഫ് ആണ് എന്നുള്ളതിനൊന്നും സംശയമില്ല. പാകിസ്ഥാൻ ആർമി ചീഫിനെ പറ്റി ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഹോളി ഖുറാൻ ബൈ ഹാർട്ട് അറിയാം എന്നുള്ളതാണ്. അത് അവസരത്തിലും അനവസരത്തിലും എടുത്ത് കോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. യാഹ്യ കഴിഞ്ഞാൽ ഏറ്റവും ഒരു മുല്ല ജനറൽ ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ടാക്ടിക്സോ സ്ട്രാറ്റജിയോ വരുമോ എന്ന് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഏബിൾ ടു റീഡ് വാട്ട് ഈസ് ദ സ്ട്രാറ്റജി, ഹൗ ക്യാൻ ഹി ഇന്റിമിഡേറ്റ് ഇന്ത്യ എന്നുള്ളതിന്റെ ഇതേപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഡയസ്പോറയെ അന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു കാണും, സാധാരണ ഇന്ത്യയിലൊന്നും ഉണ്ടാകാത്തതാണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഷരീഫ് അവിടെ
ഓഡിയൻസിൽ ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് ഷോസ് ദാറ്റ് ദ പ്രസന്റ് ആർമി ചീഫ് ഈസ് ഡിഫാക്ടോ മാർഷൽ ലോ പ്രയോഗിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിലെ ആർമിയാണ്. അതെ, അതുമാത്രമല്ല നമുക്കറിയാമല്ലോ ഈ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ തന്നെ ആ സംഘടനയുടെ വേരുകൾ ഊന്നിയിട്ടുള്ളതാണ് എന്നുള്ളത്. 2019 അത് രൂപീകൃതമാകുന്നത്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം അന്നു മുതൽ അവർ അവരുടെ പ്രവർത്തനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2024 ഒക്ടോബറിലും ഒരു ആക്രമണം ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ടായിരുന്നു. കേണൽ രാജീവ് മണാലി, എന്തുകൊണ്ടാണ് ഈ ഭീകരവാദികൾ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചത് എന്നാണ്, പ്രത്യേകിച്ച് ബൈസരൻ വാലിയിലുള്ള പഹൽഗാം തന്നെ ലക്ഷ്യം വെച്ചത്? അവിടെ കമ്പാരിറ്റീവ്ലി ഈ സൈനിക വിന്യാസം കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരുന്നു. തീർച്ചയായും ജനജീവിതം സാധാരണമായി എന്ന തോന്നൽ ഇല്ലാതാക്കാൻ ആണ് ഈ ഒരു ക്രൂരകൃത്യം അവിടെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും US വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ള സമയത്ത് തന്നെ ആണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, വിനോദസഞ്ചാരം അവിടെ കാശ്മീരിൽ നടക്കാൻ പാടില്ല. അതുവഴി അവിടുത്തെ ജനജീവിതം താറുമാറാകാനും അവിടുത്തെ സമ്പദ് വ്യവസ്ഥ താറുമാറാക്കാനും ഒക്കെയുള്ള ഒരു കുൽസിത ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതുവരെ കാശ്മീരിൽ ഇത്രയും വർഷമായിട്ട് ഈ ആതങ്കവാദമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ടൂറിസ്റ്റുകളെ ആക്രമിച്ച് കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ടൂറിസ്റ്റുകളെ നേരിട്ട് ആക്രമിക്കുന്നതും മതം അന്വേഷിച്ചിട്ട് അവരെ കൊണ്ടത് പറയിപ്പിച്ചിട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത്. ഇത് അങ്ങേയറ്റം ഒരു ക്രൂരമായ ഒരു പ്രവൃത്തിയാണ്, മനുഷ്യത്തില്ലായ്മയുടെ അങ്ങേയറ്റമാണ്. ഇത് നമ്മുടെ രാജ്യത്തെ ഒന്നാകെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇതുവരെ ഈ അടുത്ത കാലത്ത് കാണാത്ത ഒരു ഐക്യദാർഢ്യമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് ഇതിനെ അപലപിക്കുകയും ഇതിന് തക്കതായ മറുപടി കൊടുക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് വേണ്ടതും. അപ്പോൾ അതിലേക്ക് പിന്നീടായിരിക്കും നമുക്ക് കടക്കുക. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇത് യാതൊരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. കാശ്മീർ സാധാരണഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇതിന് തക്കതായ മറുപടി അതിൻ്റെതായ സമയത്ത് കൊടുക്കണം. ശരി, ശ്രീമതി നുസ്രത് ജഹാൻ, ഏറ്റവും അധികം മനസ്സിനെ വേദനിപ്പിച്ചത് അവിടെയുള്ള സാധാരണക്കാർ കുടുംബാംഗങ്ങളുമായി എത്തിയതാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ചില നിമിഷങ്ങൾ ചിലവഴിക്കുന്നതിന് വേണ്ടി മനോഹരമായ സ്ഥലത്ത് അവിടെയാണ് ഇത്തരത്തിൽ പേര് ചോദിച്ച് മതം ചോദിച്ച് നേർക്ക് നേർ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത്. തൊട്ടടുത്ത് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് ഈ ക്രൂരകൃത്യം നടന്നത്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഭീകരാക്രമണം നമ്മൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ട്, പല സ്വഭാവത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു പ്രദേശമാകെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആകെ നിറയൊഴിച്ച് അവിടുത്തെ ജനങ്ങളെ തീർക്കുകയൊക്കെ. പക്ഷേ ഇങ്ങനെ നിറതോക്കുമായി വന്ന് തോക്കു ചൂണ്ടിക്കൊണ്ട് നിന്റെ മതം ഏതാണ്, നിന്റെ പേരേതാണ് എന്നുള്ളത് മനസ്സിലാക്കി, അവിടെ ആരെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി ഖുർആന്റെ വാക്യങ്ങൾ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് അവിടെയും ഉറപ്പുവരുത്തി കൊന്നൊടുക്കുന്ന പ്രവണത ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അതിക്രൂരമായ ഒരു ഭീകരാക്രമണമാണിത് എന്ന് തന്നെയല്ലേ നമുക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടത്. 29 പേരെ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ മാറ്റി പറയിപ്പിക്കുന്നതാണ്. കാരണം തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവര്. കാരണം അവർക്ക് കാഫിർ എന്ന് പറയുന്നത് അവരുടെ തീവ്രവാദം അംഗീകരിക്കാത്ത എല്ലാ മനുഷ്യരും അവർക്ക് കാഫിറാണ്. കാഫിറിനെ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞ ഒരു സിനിമ വരെ മലയാളത്തിൽ നമ്മൾ കണ്ടു. അതിന്റെ അവസാന മെസ്സേജ് മഹാനടന്മാര് പറയുന്നത്, കാഫിറിനെയും ജൂതന്മാരെയും കൊന്നടക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ. ഈ പറഞ്ഞ ലഷ്കർ ഇ തോയ്ബ, TRFന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. അവർക്കൊന്നും മിണ്ടാട്ടില്ല. മിണ്ടുന്നവർ ഇത് ന്യായീകരണ തൊഴിലാളികളായിട്ട് വരണം. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഭാരത സംസ്കാരം പഠിക്കണമെന്നും ഭാരതത്തിന്റെ ഒരു കൾച്ചറും ഇത് ലോകത്ത് എവിടെയില്ല എന്ന് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ്
മതമില്ലാത്ത സനാതന ധർമ്മത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഭഗവത്ഗീത പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലോകോസ്മിൻ ദിവിതോ നിഷ്ഠ പുരാ പ്രോക്ത മയാനഗ്ന ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗീനാം. മഹാത്മാക്കളായുള്ള ആൾക്കാർക്ക് ജ്ഞാനത്തിൽ കൂടി അവർക്ക് ഭഗവാനെ പരമാത്മാവിനെ നമുക്ക് ശ്രവിക്കാൻ പറ്റും. അല്ലെങ്കിൽ യോഗികളായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് കർമ്മത്തിലൂടെ, കർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മത്തിലൂടെ അതാണ് ഈശ്വരനോടുള്ള നമ്മളെ ഭക്തി എന്നാണ് ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ചാപ്റ്റർ 3 ഭഗവത്ഗീതയിലെ 3-ാമത്തെ ശ്ലോകമാണ്. 3-ാമത്തെ ചാപ്റ്ററിൽ 3-ാമത്തെ ശ്ലോകമാണ് പ്രധാനപ്പെട്ട. കാരണം ഇത് നമുക്ക് ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച് അതിനുശേഷം വന്ന ഈ ഭാരതം സ്വീകരിച്ച നയം ഇതുകൊണ്ടൊക്കെയാണ്. കാരണം നമ്മൾ നല്ലതിനെ ശ്രവിക്കാനും എല്ലാരെയും ഒന്നിച്ചു കൂട്ടിപ്പിടിക്കാനും പഠിച്ച ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആണയിട്ട് പറയുന്നു, ഈ ഭാരതത്തിൽ ജനിച്ച ഭാരതത്തിലെ മുസ്ലിങ്ങളല്ല, ഏത് മതസ്ഥരാണെങ്കിലും ഈ സനാതന ധർമ്മത്തിന്റെ വേരുകളിൽ നിന്ന് വന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഇവരെ പോലെ ആവാൻ പറ്റില്ല. ഓൾ മുസ്ലിംസ്, ഓൾ ക്രിസ്ത്യൻസ് മതം മാറി അധിനിവേശ മതങ്ങൾക്ക് മുമ്പ് കൂടെ പോയവര് നമ്മളെ വേരുകൾ ഹിന്ദുവിൻ്റെതാണെന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞ് പഠിപ്പിച്ചേ നമ്മുടെ വരും തലമുറയെ നമുക്ക് ഇത് പഠിപ്പിച്ചേ മതിയാവൂ. കാരണം തീവ്രവാദവും പിന്നെ ഡ്രഗ്സും എല്ലാം കൊടുത്ത് മാറ്റിയെടുക്കുന്ന ഒരു ഭാരതത്തിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. ഇതിന് 2-3 കാരണങ്ങളുണ്ട് ഇന്നലെ കാശ്മീരിൽ ഇത് സംഭവിക്കാൻ. 7 ദിവസം മാത്രമായിട്ടുള്ള ഒരു നവവധുവിനെ അവൾ വിധവയാവുകയാണ് നമ്മൾ കാണുന്നത്. ആ കരച്ചിലൊന്നും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. 7-ാം ദിവസം വിധവയാവുന്ന സ്വന്തം കൺമുമ്പില് പോയിന്റ് ബ്ലാങ്കില് ഭർത്താവ് മരിക്കുന്നു. ഇതൊന്നും നമ്മളെ ഇന്ത്യ നോക്കിയിരിക്കില്ല. ഭാരതത്തിന്റെ ഭരണാധികാരികൾ അത്ര ശക്തിയുള്ളവരാണ്. തുടങ്ങി കഴിഞ്ഞു. ഇവരോടൊക്കെ പറയാനുള്ള ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ബോർഡർ. ഇതന്നെയാ പറയാനുള്ളത്. പിന്നെ വേൾഡ് ബാങ്കുമായിട്ടുള്ള ഒരു കരാർ ഒപ്പുവെക്കാൻ വേണ്ടി നിർമ്മല സീതാറാം US ഉണ്ടായിരുന്ന സമയമാണ് ഇന്നലെ ഇന്നുമായിട്ട് അവിടുന്ന് അവർ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു. കാരണം ഭാരതം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു വിഷയമാണിത്. കാരണം ഇന്ന് വരെ ഇതുപോലെയുള്ള മുമ്പിൽ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബോംബിട്ട് നശിപ്പിക്കാതൊക്കെ ഇതൊക്കെ ഭീകരതയുടെ ഏറ്റവും മൂർച്ചാവസ്ഥയാണ്. രക്തത്തിനെ കൊണ്ട് നമ്മൾക്ക് മതം പറഞ്ഞു തരിക, രക്തം ഉപയോഗിച്ച് മതം പറഞ്ഞു തരിക, കാഫിർ ആരാന്ന് പറഞ്ഞു തരിക, ജാതി ചോദിച്ച് മുണ്ടുപൊക്കുക എന്ന് പറയുന്നത് ശരിക്കും വാസ്തവമായി. ഇതിനെ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന് മാപ്പല്ല. ഈ ഹെഡിങ്ങിൽ കൊടുത്ത പോലെ മാപ്പുണ്ടോ എന്ന് വെച്ചാൽ മാപ്പല്ല, കൊന്നു കളയണം. ഈ തീവ്രവാദികളെ തീർത്ത് കളയണം ഭാരതത്തിനോട്. അതന്നെയാണ് നമുക്കൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാശത്തൂടെ വരവേൽപ്പോടുകൂടി 42 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യയിൽ പോയി. ഇവിടെ 42 വർഷമായിട്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല പോവാന്. ഇത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഐക്യത്തിന് വല്ലാതെ ആക്കം കൂട്ടുന്നു. കാരണം അത് ഈ ജിഹാദികൾക്ക് പേടിയാ. പിന്നെ US വൈസ് പ്രസിഡന്റ് ഇന്ത്യയില് JD വാൻസ്, അദ്ദേഹം ഫാമിലിയൊത്ത് വന്ന് അഷ്ടർഡാമിലാണ് അയാളെ സന്ദർശനം തുടങ്ങിയത് തന്നെ, ഇന്ത്യ കണ്ട് ആഹ്ലാദിക്കുന്ന വേളയിൽ. അപ്പൊ ഇന്ത്യ സൗദി അറേബ്യ ആയിട്ടും US ആയിട്ടും അമേരിക്ക ആയിട്ടുള്ള ഒരു ബന്ധത്തിന് ആക്കം കൂട്ടുന്ന ദിവസങ്ങൾ തന്നെ നമുക്ക് തന്നത്. ഇതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത ഇവരുടെ അജണ്ട ആയിരിക്കും. കാരണം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണല്ലോ അവർ ഇത്ര പെട്ടെന്ന്. പക്ഷെ പ്ലാനിങ് പെട്ടെന്ന് എടുത്തത്, എവിടെ ചെയ്യണം എന്നുള്ളത് പോലും അറിയാതെ ചെയ്തതായോണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത്. കാരണം ഇതായാലേ അവിടെ, കാരണം അവർക്ക് മതം ചോദിക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. വേറെ സെക്യൂരിറ്റികളോ ഒന്നുമില്ല. ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമിച്ചില്ലേ ഒരു ദിവസവും. എല്ലാവരും ഒരു ആഘോഷത്തിൽ ഇരിക്കുമ്പോൾ കയറി കൊന്നു കളഞ്ഞു. എന്നിട്ട് പിന്നെ അവരെ ന്യായീകരിക്കാൻ നായകന്മാര് വരൂ. നമ്മളെ കേരളത്തിലെ മെഴുകുതിരി കത്തിക്കുന്നവരവിടെ. ഇന്ന് കശ്മീർ പണ്ഡിത്തിന് വേണ്ടി മിണ്ടിയില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഇതൊന്നും കാണുന്നില്ല? ഒരാൾക്കും പ്രതികരിക്കാനില്ലേ? മതേതരക്കാരെവിടെ? ഇന്ന് മതേതരക്കാരവിടെ വഖഫിന്റെ ബില്ല് നടത്തിക്കൊണ്ടിരിക്കുക. ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു സമ്മേളനത്തില് മതേതര നേതാവ് വഖഫിനെ പറ്റിയും ഗവൺമെന്റിനെ പറ്റി പറയുന്ന ദിവസം എന്നാണ്
ഇത്രയും വൃത്തികെട്ട ഒരു വർഗങ്ങൾ ഈ ലോകത്ത് ഉണ്ടാവാനില്ല. ഇവർക്കൊക്കെ ഉള്ള മറുപടി ഇന്ത്യ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ രാഷ്ട്രമാണ് വലുത്. ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ തയ്യാറായ നമ്മളെ പോലെയുള്ളവര് ആണ് ഈ രാജ്യത്തിന്റെ കരുത്തും അത് മുന്നോട്ടും ഉണ്ടാവുന്നുള്ള ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. താങ്ക് യു. ഡോക്ടർ ജോസൂട്ടി, ഇവിടെ കൃത്യമായി ഈ ഒരു ആസൂത്രണം നടത്തിയത്, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ US വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ സന്ദർശനം, അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ സൗദി അറേബ്യ സന്ദർശനം, ഇതിലെല്ലാത്തിലും ഉപരി തഹാവൂർ റാണെ ഭാരതത്തിലെത്തിച്ചു. ഇതിൽ വിരളി പൂണ്ട് തന്നെയാണോ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എത്തിയത്? നേരത്തെ ആസൂത്രിതമായ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നെങ്കിൽ പോലും ഇതാണ് സമയം എന്ന് ഭീകരർക്ക് തോന്നിയത് ഇത്തരം കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വരുന്ന ഒന്നാണോ? കാരണം വല്ലാതെ വിരളി പൂണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിലൊക്കെ ഈ ഭീകരർ. തീർച്ചയായിട്ടും ഭീകരരെ സംബന്ധിച്ചും കാശ്മീരിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകുന്നു എന്നതുകൊണ്ട് തങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ നടത്തിയിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇത്. കഴിഞ്ഞ വർഷം കാശ്മീരിൽ വന്നുപോയ സന്ദർശകരുടെ എണ്ണം ഏകദേശം 2,30,00,000 ഏകദേശം കാശ്മീർ ജനതയുടെ ജനസംഖ്യയേക്കാൾ കൂടിയ ഒരു സംഖ്യ അവിടെ സന്ദർശകരായി വരുമ്പോൾ അവിടുത്തെ ജനജീവിതം സാധാരണ നിലയിലേക്കാകുന്നു. ജനജീവിതം സാധാരണ നിലയിലേക്കാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ വികസനവും തീവ്രവാദം അപ്രസക്തമാകുന്നു. ജനങ്ങൾ വികസനത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ ദൈനംദിന ജീവിതങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അവിടെയുണ്ട്. ഇക്കഴിഞ്ഞ അക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത് എത്രമാത്രം ജനങ്ങളാണ് അവിടേക്ക് പോകുന്നത്. ഈ ഒരു സാധാരണ നില കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണോ തീവ്രവാദികൾ അല്ലെങ്കിൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണമെന്ന് വാദിക്കുന്നവർ ആവശ്യപ്പെടുന്നത്, ആ വാദം ഇല്ലാതാവുകയാണ്. അതുകൊണ്ടാണ് അവർ കാശ്മീരിലെ ജനജീവിതത്തെ ഏറ്റവും സാധാരണ നിലയിലാക്കുന്ന സന്ദർശകരുടെ വലിയ ഒഴുക്കിന്റെ ഒരു പരിധി വരെയെങ്കിലും തടഞ്ഞു നിർത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു രീതിയിലും കാശ്മീരിലെ ഏതെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെടാത്തവരെ മതത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിൽ, വേർതിരിവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു മതപരമായ വിഭജനം ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ഹീനമായ പ്രവൃത്തി ഒന്നാമത്. 2, എവിടെയൊക്കെ തീവ്രവാദം അപ്രസക്തമാകുന്നുണ്ടോ അവിടെയെല്ലാം അവർ ശ്രദ്ധ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നത് വളരെ ഹീനമായ മാർഗങ്ങളിലൂടെയാണ്. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, സൗദി അറേബ്യ ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമല്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ത്യയുടെ വിവിധങ്ങളായ കാര്യങ്ങളുമായി സന്ദർശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ സമാധാനപൂർണമായി അവിടെ നടക്കുമ്പോൾ ഇത്തരം ഒരു അക്രമം നടത്തിക്കഴിഞ്ഞാൽ ആ സന്ദർശനങ്ങളെല്ലാം മറികടന്ന് ഇത്രയും ഗൗരവമേറിയ പ്രശ്നത്തിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ കഴിയും എന്ന ഒരു ധാരണ സൃഷ്ടിക്കലാണ് ഈ അക്രമത്തിലൂടെ തീവ്രവാദികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. അതിന്റെ ചുറ്റും പൈൻ മരങ്ങളും അതിനപ്പുറത്ത് നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്നത് മഞ്ഞുമലകളും ഒക്കെയാണ്. മനോഹരമായ സ്ഥലം. അവിടെ നിന്ന് തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തെ കുറിച്ച് പരിചയമുള്ളവർക്ക് 4 തോക്കുമായി ഇറങ്ങി വന്ന് ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു അക്രമത്തിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് തങ്ങളുടെ ആശയം മരിച്ചിട്ടില്ല അല്ലെങ്കിൽ തങ്ങൾ ഇപ്പോഴും പ്രസക്തമാണെന്ന് വരുത്തി തീർക്കുവാൻ നടത്തിയിട്ടുള്ള വളരെ ഭീരുക്കളുടേതായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്റെ അഭിപ്രായത്തിൽ ഇത് നേരിടുവാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. കാരണം ഈ സംഭവത്തോട് ഏറ്റവും ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളാണ്. കാലാകാലങ്ങളായി തീവ്രവാദത്തിന്റെ ഇരയായി കഴിഞ്ഞിരുന്നവർ, തീവ്രവാദത്തിൽ വീരമൃത്യു മരിച്ചവർ മാത്രമല്ല, സാധാരണക്കാരുടെ ജനജീവിതം സ്തംഭിപ്പിച്ച ഒരു പരിപാടി കൂടിയായിരുന്നു തീവ്രവാദം. അവരുടെ ജീവിതം സാധാരണഗതിയിലേക്ക് വരികയും ജമ്മു കാശ്മീരിന്റെ വികസനം വലിയ രീതിയിൽ സാധ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്ത ഘട്ടത്തിലാണ്
ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. അതായത് സാധാരണക്കാരുടെ പിന്തുണ, ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് ലക്ഷറി തൈവയുടെ റെസിസ്റ്റൻസ് ഫ്രണ്ട് തയ്യാറായത്. അതിന് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കുറെ സംഭവവികാസങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ ഒരു പിന്തുണ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. കാരണം പാകിസ്ഥാനിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബലൂചിസ്ഥാനിലും മറ്റുമൊക്കെ ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഇന്ത്യ ഉത്തരവാദിയാണെന്ന് അവിടുത്തെ ചില ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ മിലിറ്ററി ജനറൽ പറഞ്ഞത് കാശ്മീർ എന്ന് പറയുന്നത് അവരുടെ ജീവവായുവാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഡിയാണ്, രക്തക്കുടലാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുകയും അതിന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രവർത്തനവും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഹീനമായ പ്രവൃത്തി നടക്കുകയുള്ളൂ എന്ന് സാധിക്കും. അപ്പോ കാശ്മീരിനെ തിളപ്പിച്ച് നിർത്തുക, കാശ്മീരിൽ സാധാരണ ജീവിതം സാധ്യമല്ല എന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭജനം വീണ്ടും പ്രസക്തമാണ് എന്നൊക്കെ വരുത്തി തീർക്കുവാൻ നടത്തിയിട്ടുള്ള, അവിടെ വഴിതെറ്റിയവരുടെയും വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്നവരുടെയും ഒക്കെ ഒരു കൂട്ടക്രമമായിട്ട് വേണം നമുക്ക് ഈ അക്രമത്തെ കാണുവാൻ. അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ചെല്ലുന്ന ഒരു സമയമാണ്. അത് എന്തുകൊണ്ട് അപലപിക്കേണ്ടതാണ്. അത് നേരിടുവാനുള്ള എല്ലാ ശേഷിയും ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ ഉന്നത തലങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടക്കുകയും ഇതിനെ ഏറ്റവും ഗൗരവത്തിലുള്ള ഒരു പ്രശ്നമായി കാണുകയും അതിനു വേണ്ടിയിട്ട് കൂട്ടായി നിൽക്കുവാൻ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മുന്നോട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. അവർക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാനും വർഷങ്ങളായിട്ട് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവാൻ കഴിഞ്ഞു. അതുണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകമായിട്ടുള്ള അവസരം അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം ഈ പ്രദേശത്ത് കയറി ചെല്ലുവാൻ തന്നെ അത്ര എളുപ്പമല്ല. കാരണം കാൽനടയായും കുതിരപ്പുറത്തും ഒക്കെയാണ് അവിടെ ചെല്ലുവാൻ കഴിയുക. അങ്ങനെ തിരഞ്ഞെടുത്ത് ആ സമയവും ആ സാഹചര്യവും ഒക്കെ പോലീസ് ഫോഴ്സിനെയൊക്കെ അവിടെ എത്തിച്ചതിനെ നേരിടുന്നത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 4-5 പേർ ചേർന്ന് നടത്തിയത്. പക്ഷെ അതിന്റെ പിന്നിൽ വലിയ കരങ്ങളുണ്ട്. ഇതിന്റെ ലക്ഷ്യം ഇതാണ്. ഇതിനെ നേരിടുവാൻ നമ്മൾ സന്നദ്ധമാകണം. ഇത് ഭീകരരുടെ എല്ലാ കാലത്തെയും ഒരു പ്രത്യേക തരത്തിലുള്ള ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. ഭീകരർ എന്ന് ഒളിച്ചിരുന്നാണ് യുദ്ധം ചെയ്തത്, നേരിട്ട് വന്നിട്ടല്ലല്ലോ. അതുകൊണ്ടാണ് അതിനൊരു ഭീകര പ്രവർത്തനവും ഒരു ഭീരുക്കളുടെ പ്രവർത്തനവുമായി നമ്മൾ കാണേണ്ടതും അപലപിക്കേണ്ടതും. അതെ. കേണൽ രാജീവ് മണാലി, ക്യാബിനറ്റ് സുരക്ഷാ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 6 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികളെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എക്കാലത്തും കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളതുപോലെ ഭാരത മണ്ണിൽ കടന്നുകയറിയുള്ള ഈ ആക്രമണത്തെ അതേ ഗൗരവത്തോടുകൂടി തന്നെ കാണുകയല്ലേ? തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയല്ലേ? തിരിച്ചടി ഉണ്ടാകണം. അതെപ്പോൾ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അത് എവിടെയാണ് ആ തിരിച്ചടി കൊടുക്കേണ്ടത്, എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു കൃത്യമായ അവലോകനം നടക്കും. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു മറുപടി കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മൾ എന്ത് ചെയ്താലും ഏറ്റവും കുറഞ്ഞ എഫേർട്സ് വെച്ച് പാകിസ്ഥാൻ്റെ മുട്ടും മടക്കുന്ന മാതിരിയുള്ള അടിയായിരിക്കണം കൊടുക്കുന്നത്. അത് എവിടെയാണെന്ന് അത് നമ്മുടെ ആർമിയും സായുധ സേന വളരെ പ്രാപ്തരാണ് അക്കാര്യത്തിൽ. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ അപ്പോൾ സംഗതി നടന്നിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. നേരത്തെ നമ്മൾ തിരിച്ച് അവരുടെ ചില സങ്കേതങ്ങൾ പോയി ബോംബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഒരു സങ്കേതമല്ല, ആ കംപ്ലീറ്റ് അവരുടെ എവിടെയൊക്കെ ഈ ഭീകരരുടെ ക്യാമ്പുകളുണ്ടോ, എവിടെയൊക്കെ ട്രെയിനിങ് നടക്കുന്നുണ്ടോ അവിടെ എല്ലാം തകർത്തിരിക്കണം. ഇതൊരു ഐസൊലേറ്റഡ് റിപ്ലൈ ആയിരിക്കാൻ പാടില്ല. ഒരു വ്യാപകമായ ഒരു മറുപടി തന്നെ കൊടുക്കണം. പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും മോശമായി സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായി നിൽക്കുന്നൊരു സമയമാണ്. അവർ ഇതിൽ കൂടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന് ഇടവരുത്തരുത്. POKയും കൂടെ ഇപ്പം തന്നെ ചേർക്കാൻ ഉള്ളൊരു സമയവും കൂടെ ആയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ ജനതയും ഭാരതത്തിലേക്ക് ചേരണം എന്നുള്ള ആശ തന്നെ പ്രകടിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനം വീണ്ടും സംയോജിപ്പിക്കുന്നതിന്
സമീപമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കേണൽ രാജീവ് മണാലി, ഒരു കാര്യം കൂടി. നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി ഈ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരി ജനത പാകിസ്ഥാനെതിരെ മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവർ ഒന്നിച്ച് അണിനിരക്കുന്നത് കണ്ടു. ഞങ്ങളുടെ ജീവിതമാർഗമാണ് ഈ വിനോദസഞ്ചാരം, അതാണ് ഇവിടെ തടയപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, അവർ വഴിനീളെ ഈ വിനോദസഞ്ചാരികളോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതോ ഭീകരർ ചെയ്തതിന് ഇവിടെ വരാതിരിക്കരുത്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മാപ്പ് ചോദിക്കുന്നു എന്നതടക്കമുള്ള വളരെ വൈകാരികമായ രംഗങ്ങൾ കണ്ടതാണ്. അവർ പാകിസ്ഥാന് മുർദാബാദ് വിളിക്കുന്നത് കേട്ടതാണ്. അവരുടെ ജീവിതമാർഗം തടയരുത്, ഇത് നിങ്ങളെ ലക്ഷ്യം വെച്ചല്ല, അതായത് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചല്ല, പകരം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ കശ്മീരി ജനതയെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നവർ പറയുമ്പോൾ അവരുടെ വാക്കുകളിലെ ആ ആർജവം, യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പെരുമാറ്റം, അതൊക്കെ തികച്ചും ആശാവഹമായ ഒരു കാര്യമല്ലേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും ആശാവഹമായ കാര്യമാണ്. പിന്നെ ഒരു പടി കൂടെ കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനത പറയേണ്ട സമയം കൂടിയായിരിക്കുന്നു. അവരതിന് സജ്ജരാണ്. അവരെ കൊണ്ടത് പറയിപ്പിക്കേണ്ടത് നമ്മുടെ ഈ തരുണത്തിൽ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, കാശ്മീർ ഒന്നാകാൻ, ഇന്ത്യയുടെ ഭാഗമാകാൻ സമയം സംജാതമായിരിക്കുന്നു. അതിലേക്കായിരിക്കട്ടെ നമ്മുടെ ഭരണകർത്താക്കളുടെ ലക്ഷ്യം. പല പ്രാവശ്യമായിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ ഇത് ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ അവരുടെ കഷ്ടകാലത്തിനായിരിക്കണം ഇങ്ങനൊരു ഹീനകൃത്യം ചെയ്യണമെന്ന് തോന്നിയത്. രാജീവ് മണാലി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, അങ്ങയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ ഭൗതിക ദേഹം എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എൻ രാമചന്ദ്രന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നതിനായി പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് നമുക്ക് എത്താം. ശ്രീ രാജീവ് മണാലി, തുടരാം. നമ്മൾ അവിടെയുള്ള ജനതയുടെ പ്രതികരണത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള ജനതയുടെ പ്രതികരണം വളരെ ആശ ഉളവാക്കുന്നതാണ്. അതിനും അപ്പുറം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനത അവർ സജ്ജരാണ്. ഭാരതവുമായിട്ട് യോജിക്കാനും ഒരു ഏകീകൃത കാശ്മീർ, അതിൻ്റെ ഒരു ഐക്യം വരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്കുള്ള പരിപാടികളും അതിനു വേണ്ട ഒത്താശകളുമാണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഡോക്ടർ ബി ഗോപാലകൃഷ്ണൻ കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഭീകരാക്രമണമാണ് പഹൽഗാമിലുണ്ടായത്. പക്ഷേ ആ ഭീകരാക്രമണത്തെ അപലപിക്കുന്നതോടൊപ്പം തന്നെ അങ്ങേയറ്റം നിർഭാഗ്യകരമായ ചില രാഷ്ട്രീയ പരാമർശങ്ങളും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ, എം വി ഗോവിന്ദൻ്റെ, അതോടൊപ്പം റോബർട്ട് വദ്രയുടെ ഒക്കെ പ്രതികരണങ്ങൾ കണ്ടതാണ്. അവരൊക്കെ ഈ ഭീകരാക്രമണത്തെ ന്യായീകരിക്കുന്നത് അങ്ങേയറ്റം വേദനയുളവാക്കുന്നു. കാരണം മനുഷ്യരുടെ പേരും മതവും ചോദിച്ച് തരം തിരിച്ച് വെടിയുതിർക്കുമ്പോൾ ഇത് മോദിക്കുള്ള സന്ദേശമാണെന്നും ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയ വേദനയിലാണെന്നുമൊക്കെ ഇത്തരത്തിലൊരു ജനപ്രതിനിധികൾ ഇങ്ങനെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്തുമാത്രം പാതകമാണ് അവർ ഈ പാവപ്പെട്ട മനുഷ്യരോട് ചെയ്യുന്നത്, മരിച്ചു വീണ പിടഞ്ഞു വീണ മനുഷ്യരോട് ചെയ്യുന്നത്, അവരുടെ കുടുംബാംഗങ്ങളോട് ചെയ്യുന്നത്. എന്തിന് ഈ രാജ്യത്തോട് തന്നെ നൽകുന്ന സന്ദേശം എന്താണ്? വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാർ ഇന്ന് വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഭാരതത്തോടൊപ്പം, പ്രധാനമന്ത്രിയോടൊപ്പം, ഭാരതത്തിലെ ജനങ്ങളോടൊപ്പം ഈ മൃത്യുവിന് ഇരയായ പാവങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. വളരെ വളരെ ജുപ്സാവഹമാണ് ഈ പ്രതിപക്ഷ നേതാക്കന്മാരുടെ സമീപനം.
പ്രതിപക്ഷ നേതാക്കന്മാർ സമയം കിട്ടുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന, സമയം കിട്ടുമ്പോൾ ഭീകരവാദികളെ വെള്ളപൂശുന്ന, സമയം കിട്ടുമ്പോൾ ഭീകരവാദികളെ, ലോകത്തുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന നന്ദികെട്ട വർഗമായി കേരളത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. റോബർട്ട് വദ്രയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. റോബർട്ട് വദ്രയ്ക്ക് പാകിസ്ഥാൻ്റെ പണം കിട്ടുന്നുണ്ടെന്ന് യാതൊരു സംശയവും ഉണ്ടാവില്ല. പാകിസ്ഥാൻ ഭീകരവാദികളുമായി ബന്ധം പുലർത്തിയാലും തനിക്ക് പണം കിട്ടുമോ എന്ന് മാത്രം നോക്കുന്ന അങ്ങേയറ്റത്തെ രാജ്യദ്രോഹിയാണ് റോബർട്ട് വദ്ര. പക്ഷേ ഇവന്മാരങ്ങനല്ലല്ലോ. വി ഡി സതീശനും MA ബേബിയും ഒക്കെ കേരളത്തിൽ കുപ്പായമണിഞ്ഞ് നടക്കുന്നത് ജനങ്ങളുടെ, കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ടല്ലേ. വാസ്തവത്തിൽ ഹമാസിനു വേണ്ടി നെഞ്ചുരുകുന്നവർ, ഹമാസിനു വേണ്ടി പർദ്ദയണിയുന്നവർ, ഹമാസിനു വേണ്ടി തലയിൽ തലക്കെട്ട് വെക്കുന്നവർ, അവരാണ് ഹമാസിനു വേണ്ടി കരയുന്നവർ, ഹമാസിനു വേണ്ടി ശബ്ദമുയർത്തുന്നവർ. ഈ കാശ്മീരിൽ പടഞ്ഞു വീണ ആ പാവങ്ങളുടെ മുമ്പിൽ ഭീകരവാദികൾക്കെതിരെ ഒരു അക്ഷരം പറയാൻ തയ്യാറാവുന്നില്ല എന്നത് കേരളത്തിന് നാണക്കേടാണ്, ഇന്ത്യക്ക് നാണക്കേടാണ്. പാവപ്പെട്ട ജനങ്ങളെ മതം നോക്കി കൊന്നിട്ടും ഇവന്മാർ ഒരക്ഷരം പറയാതെ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയിൽ എവിടെ ഒരു ഭീകരവാദം ഉണ്ടായാലും എല്ലാ കാലഘട്ടത്തിലും ആ ഭീകരവാദത്തിൻ്റെ ഒരു വേര് കേരളത്തിൽ, ഒരു പ്രതി കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ഈ കാശ്മീരിൽ നടന്ന, പഹൽഗാമിൽ നടന്ന ഈ കൂട്ടക്കുരുതിയിൽ കേരളത്തിലെ രാമചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ കൊച്ചിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ വിക്ടിം, രക്തസാക്ഷിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇതാ നമ്മുടെ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. മോറോവർ രാജ്യത്തിനു വേണ്ടി പരംവൈഭവനെ തുമേധസ്വരാഷ്ട്രം, എൻ്റെ രാജ്യം ലോകത്തിൽ ഏറ്റവും പവിത്രമാവട്ടെ എന്ന് നെഞ്ചുരുകി എന്നും പ്രാർത്ഥിക്കുന്ന RSS പ്രവർത്തകൻ തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെ ഈ നാട്ടിൽ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങുമ്പോൾ കേരളത്തിലെ വി ഡി സതീശനും MA ബേബിയും രാജ്യവിരുദ്ധർക്ക്, ഭീകരവാദികൾക്ക് ഓശാന പാടുന്ന ഒരു തരം മൂന്നാംകട രാഷ്ട്രീയക്കാരായി ഇവർ മാറിയിരിക്കുക. നാം ഒരു കാര്യം മനസ്സിലാക്കണം. കാശ്മീരിലെ ജനങ്ങൾ, കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ, കാശ്മീരിലെ PDP അടക്കമുള്ള സകല ആളുകളും ഇന്ന് തെരുവിലിറങ്ങി തീവ്രവാദത്തിനെതിരെ. കാരണം കാശ്മീരിൽ സമാധാനം തിരിച്ചു വന്നു, കാശ്മീരിലെ ജനങ്ങൾക്ക് വികസനം കണ്ടു. ആർട്ടിക്കിൾ 370 മാറിയപ്പോൾ കാശ്മീരിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ടൂറിസ്റ്റുകൾ വന്നു. കഴിഞ്ഞ വർഷം വന്ന ടൂറിസ്റ്റുകൾ 2 കോടി, 2.3 crore, 2.5 കോടി ടൂറിസ്റ്റുകളാണ് ലോകം മുഴുവനും ശ്രദ്ധിച്ച കാശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ഈ സംഭവത്തിൽ ലോകം മുഴുവനും വേദനിച്ചിരിക്കുമ്പോഴും ഇന്ന് ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്ക്, ശ്രീനഗറിലേക്ക് വന്നിരിക്കുന്ന വിമാനം മുഴുവനും ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കൊലക്ക്, ഈ കൂട്ടക്കുരുതിക്ക് ഇന്ത്യയെ തോൽപ്പിക്കാനാവില്ല. ഈ കൂട്ടക്കുരുതിക്ക് മോദിയെ തോൽപ്പിക്കാനാവില്ല. ഈ കൂട്ടക്കുരുതിക്ക് പാവപ്പെട്ട ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ കൂട്ടക്കുരുതിക്ക് ഈ നാടിൻ്റെ സമാധാനം കെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ നേതാക്കന്മാർ പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഇവന്മാർ മിണ്ടുന്നുണ്ടോ? ഈ ചെന്നായ്ക്കൾ മിണ്ടുന്നുണ്ടോ? ഉണ്ടോ? അവിടെ നിന്ന് നേരെ ബംഗാളിലേക്ക് എത്തുമ്പോൾ അവിടെയും ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുക, മിണ്ടുന്നുണ്ടോ? ബംഗ്ലാദേശിലെ കൂട്ടക്കുരുതിയിൽ ഒരക്ഷരം പറയുന്നില്ല. ബംഗാളിലെ കൂട്ടക്കുരുതിയിൽ, മുർഷിദാബാദിലൊക്കെ കൂട്ടക്കുരുതി നടത്തുമ്പം ഇവന്മാർ മിണ്ടുന്നില്ല. ഈ കാബാലികർ മിണ്ടുന്നില്ല. അവർ ഗാസയെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ഗാസയാണ് വലുത്. ബംഗാളിലെ ഹിന്ദുക്കളെ തെരുവിൽ വലിച്ചിട്ട് വഖഫ് ബില്ലിൻ്റെ ഭേദഗതി നിയമത്തിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ടവരൊന്നും അറിയാത്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊല്ലുമ്പോൾ ഇവന്മാർ മിണ്ടുന്നില്ല. ഇവർക്ക് ഗാസയാണ് വലുത്.
ബംഗ്ലാദേശിൽ നിന്ന് ബംഗാൾ ഇപ്പോൾ കാശ്മീരിലേക്ക് വരുമ്പോഴും ഇവര് ആ തക്കം നോക്കി ഭീകരവാദികൾക്ക് വെള്ളയടിക്കാൻ നിൽക്കുകയല്ലേ ഇവര്. 10 വോട്ടിന് വേണ്ടി ഇന്ത്യയെ വിൽക്കുന്ന യൂദാസന്മാരായിട്ട്, ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന, പാകിസ്ഥാൻ ഒറ്റിക്കൊടുക്കുന്ന ഭീകരവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന യൂദാസുകളായി MA ബേബിയും VD സതീശനും മാറുകയാണ്. ഇതിന് പകരം ചോദിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ഇതിന് പകരം ചോദിക്കേണ്ടത് ദേശീയതയോടെ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളാണ്. ഈ നാട്ടിൽ ധാരാളം മുസ്ലിങ്ങൾ രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളുണ്ട്. ഫായസിൻ്റെ അമ്മയെ നമുക്ക് ഓർമ്മയില്ലേ? ഭീകരവാദത്തിന് വേണ്ടി പോയവൻ്റെ ഭൗതിക ശരീരം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ പാവം സ്ത്രീ, അവർക്കുള്ള ആ സ്ത്രീക്കുള്ള ഒരു മനുഷ്യത്വമോ ഒരു രാജ്യസ്നേഹമോ ഈ നാണം കെട്ട MA ബേബിക്കും VD സതീശനും ഇല്ലാതെ പോയല്ലോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അത് മാത്രമല്ല, നമുക്കറിയാം തൻ്റെ ഭർത്താവിനെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ ആ ഭാര്യ കേഴുകയാണ്, തന്നെ കൂടി കൊന്നുകളയൂ എന്ന്. അപ്പോൾ അത് വേണ്ട, നീ ജീവിച്ചിരിക്കണം, ഇത് പോയി മോദിയോട് പറയാനെന്ന് ആക്രോശിക്കുന്ന ഒരു ഭീകരൻ. അയാളുടെ കയ്യിൽ തോക്കുണ്ട്. പക്ഷേ അതേ നയം തന്നെയല്ലേ ഇവിടെ അത് ആവർത്തിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാക്കളുടേത്. അവരുടെ കയ്യിൽ തോക്കില്ല എന്നേ ഉള്ളൂ, പക്ഷേ അവരുടെ നാവിൽ നിന്ന് വന്നതും അതേ നയവും നിലപാടും ഭീകരവാദവും തന്നെയല്ലായിരുന്നു. ഇവര് രാഷ്ട്രീയ ഭീകരവാദികളാണ്. VD സതീശനും MA ബേബിയും രാജ്യദ്രോഹികളായ രാഷ്ട്രീയ ഭീകരവാദികളാണ്. ഇവർ ഈ രാജ്യത്തിനെതിരാണ്. ഇവർ നരേന്ദ്രമോദിയെ ഇവർക്ക് വിമർശിക്കാം, പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിക്കാൻ പാടില്ല. വിദേശി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് പാകിസ്ഥാൻ ചാരന്മാർ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൽ അക്രമം നടത്തി കാശ്മീരിലെ കൂട്ടക്കുരുതി നടത്തി 10-28 പേരെ കൊന്നൊടുക്കുമ്പോൾ രാജ്യത്തിനോടൊപ്പം നിൽക്കേണ്ടവരാണ്. മറിച്ച് ഭീകരവാദിയുടെ മനസ്സും ഭീകരവാദിയുടെ ശരീരവും ഭീകരവാദിയുടെ ഭാഷയുമായിട്ടാണ് ഇവന്മാർ പോകുന്നത്. ഈ VD സതീശനും MA ബേബിയും പോകുന്നത്, ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പോകുന്നത്. ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്, ലോകത്തെ തീവ്രവാദികളുടെ നേതാവിനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചതിനെ കയ്യടിച്ചവനാ. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിന്ന് കണ്ടു, ബലരാമൻ്റെ. ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് ഇനിയും മതങ്ങൾ തമ്മിൽ തർക്കമുണ്ടാക്കി അതിനകത്ത് നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ്. ലിംഗം നോക്കി പേര് ചോദിച്ച് ഹിന്ദുവാണെന്ന് ഉറപ്പാക്കി വെടിവെച്ചു കൊന്ന ഭീകരൻ്റെ വേറൊരു ശബ്ദമാണ് ഇവന്മാരുടെ എല്ലാം ശബ്ദം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ച മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കാശ്മീരിലെ ഭീകരവാദികളെ എതിർത്തുകൊണ്ട് എന്തുകൊണ്ട് അവരിന്ന് രംഗത്ത് വന്നിട്ടില്ല? കാശ്മീരിലെ ജനങ്ങൾ വന്നു. കാശ്മീരിലെ മുഴുവൻ ആളുകളും ഇന്ന് തെരുവീതിയിലാണ്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ചരിത്രത്തിലാദ്യമായിട്ടാണ് 1947 ശേഷം പാകിസ്ഥാനെതിരെ, കാശ്മീരിലെ ഭീകരവാദത്തിനെതിരെ കാശ്മീരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിൽ വന്നത്. 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞത്, 370-ാം വകുപ്പ് ഇനി വേണ്ട എന്ന് കാശ്മീർ ജനങ്ങൾ ഒന്നിച്ചു പ്രഖ്യാപിച്ച ഈ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന ഒരു സമീപനമാണ് കാശ്മീരിൽ നടക്കുന്നത്. അതേസമയത്ത് ഇവന്മാർ ഈ കേരളത്തിലെ ഈ VD സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും തരം കിട്ടുമ്പോൾ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിക്കെതിരെ ഭീകരൻ പറഞ്ഞ വാക്കുകൾ ഇവർ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ രാഷ്ട്രീയ ഭീകരവാദികളാണ്. VD സതീശനും MA ബേബിയും രാഷ്ട്രീയ ഭീകരവാദികളാണ്, രാഷ്ട്രീയ രാജ്യദ്രോഹികളാണ്. ഭീകരരുടെ സ്വരമാണ് അവർക്കുള്ളത്, ഭീകരരുടെ മനസ്സാണ് അവർക്കുള്ളത്. ഇവരെ ഈ നാട്ടിലെ ജനങ്ങൾ ഇവർക്കെതിരെയാണ് കല്ലെറിയേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങൾ കല്ലെറിയേണ്ടത് ഈ ഭീകര രാഷ്ട്രീയ നേതൃത്വം കൊണ്ടു നടക്കുന്ന VD സതീശനും MA ബേബിക്കുമെതിരെയാണ് വാസ്തവത്തിൽ. കാരണം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി രാജ്യത്തിന്റെ കൂടെ നിൽക്കേണ്ടവരാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ. അതെ, ഡോക്ടർ നുസ്രത് ജഹാൻ, അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായി കശ്മീരി ജനത തെരുവിലിറങ്ങുന്ന കാഴ്ച നാം കണ്ടു. പണ്ട്
കല്ലുകളുമായി സൈന്യത്തെ നേരിട്ടിരുന്ന ആ കശ്മീരി ജനതയല്ല നമ്മൾ ഇന്ന് കണ്ടത്. പകരം പാകിസ്ഥാൻ മൂർദാബാദ് എന്ന് വിളിക്കുന്ന, പാകിസ്ഥാന്റെ കോലവും പതാകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു ജനത. അതുമാത്രമല്ല, വിനോദസഞ്ചാരികൾക്ക് വന്ന ഈ ദുഃഖത്തിൽ തങ്ങൾ മാപ്പ് ചോദിക്കുന്നു. തങ്ങളുടെ ജീവിതമാർഗം അടയ്ക്കാനാണ് ആ ഭീകരവാദികൾ ശ്രമിച്ചത് എന്നുറക്കെ വിളിച്ചു പറയുന്ന ആ കശ്മീരി ജനത. അവരുടെ ഇച്ഛാശക്തി പോലും നമ്മുടെ ഈ കേരളത്തിലെ നേതാക്കൾക്ക് ഇല്ലല്ലോ എന്നുള്ളതാണ്. അതെ, നമ്മുടെ കേരളത്തിലെ ഒപ്പോസിഷൻ ലീഡേഴ്സ് ലൈക്ക് VD സതീശൻ, MA ബേബി, മുസ്ലിം ലീഗ്, ഇവരോടൊക്കെ നമ്മൾക്ക് പുച്ഛ മാത്രമേ ഈ ലോകത്തിന് പറയാനുള്ളൂ, നമ്മൾക്ക് മാത്രമല്ല. കാരണം ദേ ആർ ദ പീപ്പിൾ ഹു ടുക്ക് ദ ഡെവിൾസ് ഡീഡ്. മോഹൻലാലിന്റെ നമ്മുടെ എമ്പുരാൻ ഡയലോഗ് തന്നെ എടുക്കാം നമുക്ക്. കാരണം നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ 370 ആർട്ടിക്കിളിനെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ അത് അറിയാത്ത കുറെ പേരുണ്ടാവും, പുതിയ ജനറേഷൻ. വി ഹാവ് ടു കീപ് ഓൺ ടെല്ലിങ്. എന്തിനായിരുന്നു കശ്മീരിന് ഒരു പദവി? ഒരു രാജ്യത്തെ ഒരു സ്റ്റേറ്റിന് മാത്രം പ്രത്യേക പദവി, അവിടെ ഇങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. പാസ്പോർട്ട് വേണ്ടി ഒരു കാലം ഉണ്ടായിരുന്നു കശ്മീരിലേക്ക് പോവാൻ. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് RSSന് എന്ത് പങ്ക് എന്ന് ചോദിക്കുന്ന ഇവന്മാരോട് നമുക്ക് ചോദിക്കാം. ഈ ഭാഷയിലല്ല ഇവരോടൊന്നും മറുപടി ചോദിക്കണ്ടേ. ഈ പറയണ കേരളത്തിലെ ജിഹാദികളോട് നമുക്ക് ചോദിക്കാനുള്ളത്. നെഹ്റു മന്ത്രിസഭയിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായ ശ്യാമപ്രസാദ് മുഖർജി എന്തിനായിരുന്നു അന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഹിന്ദു ജനസംഘ് ആ ഒരു മഹാസഭ ക്രിയേറ്റ് ചെയ്തതു? അദ്ദേഹം പാകിസ്ഥാനിലേക്ക് ഞാൻ പോവും, കാരണം അത് എന്റെ രാഷ്ട്രത്തിലെ ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നെഹ്റു അദ്ദേഹത്തിന് ബോർഡറിൽ വെച്ച് അറസ്റ്റ് ആക്കിയതു. ഇതൊന്നും ഭാരതം മറന്നിട്ടില്ല. ഭാരതത്തിലും ഇതൊക്കെ സത്യങ്ങൾ അറിയാവുന്ന എത്രയോ മുസ്ലിങ്ങളും എത്രയോ ഭാരതീയരും ലോകത്തിന്റെ നാനാഭാഗത്തും ഭാരതീയരോട് സ്നേഹവും കടപ്പാടുമുള്ള എത്രയോ പേരുണ്ട്. അപ്പൊ അന്ന് ശ്യാമപ്രസാദ് മുഖർജിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഹാർട്ട് പേഷ്യന്റ് ആയി അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാത്ത നെഹ്റുവിന്റെ ബാക്കിയാണ് VD സതീശനൊക്കെ. അവർക്കൊക്കെ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലില്ല. അപ്പൊ ഈ മോദിയാണ് അവരുടെ എല്ലാം ശത്രു. ഒരു രാജ്യം ഒറ്റിക്കൊടുക്കുകയാണ് അവരിരുന്നത്. കേണൽ രാജീവ് മണാലി, ഇവിടെ ഭാരതം ശക്തമായ നയതന്ത്ര തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൻ്റെ പ്രവർത്തനം നിർത്തിയേക്കും, അവിടെയുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യ പടിയെന്നോണം നയതന്ത്ര തലത്തിൽ ഭാരതം ഒരു നീക്കം നടത്തി തുടങ്ങി. എന്തായാലും ഭാരതം ഇതിനെ അങ്ങേയറ്റം ഗൗരവതരമായി കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു മറുപടി ഭാരതം നൽകും. പക്ഷേ എപ്പോൾ, എങ്ങനെ, ഏതു രീതിയിൽ, എവിടെയൊക്കെ എന്നുള്ളത് ഇനി വരും കാലങ്ങളിൽ നമുക്ക് കാണാം. ഓരോ ഭാരതീയനും അതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അത് ഒരു സാധാരണക്കാരൻ്റെ, ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ്റെ ഒരു ആഗ്രഹം, ഒരു ആവേശം ആയി മാറിയിരിക്കുകയാണ് ഈ തരുണത്തിൽ. ഒന്ന്, എല്ലാ മേഖലകളിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇമ്മീഡിയറ്റായിട്ട്. അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു തുടക്കം തന്നെയാണത്. പിന്നെ ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, 1948 നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ, പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയ കാശ്മീരിൻ്റെ ഏകീകരണം അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. POKയിലെ ജനങ്ങളെയും കൂടെ ഇതിൽ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവരെ എന്ത് വില കൊടുത്തും അവർക്ക് എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരെ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് കാശ്മീർ ഏകീകരണം എന്നുള്ള ആ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ഇനി ലോകത്തിൻ്റെ മുന്നിൽ ഉണ്ടാകാതിരിക്കാനുള്ള പരിപാടികളും കൂടെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് സമയമായിരിക്കുന്നു. അതാവട്ടെ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ശരി, ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇവിടെ ഓരോരുത്തരും, ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും പറയുന്നുണ്ട് കൃത്യമായൊരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളത്. ബലാക്കോട്ടിലും പുൽവാമയിലും ഒക്കെ നമ്മൾ അത് കണ്ടതാണ്. അത്തരത്തിലുള്ളൊരു മറുപടി നൽകാൻ തന്നെയാകുമോ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുക? അതോടൊപ്പം ചില വിമർശനങ്ങൾ കൂടി വരുന്നുണ്ട്. അതിനെ കൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കണ്ടേ മതിയാകുകയുള്ളൂ.
ഇത്തരമൊരു സ്ഥലം ഈ ഭീകരവാദികൾ തിരഞ്ഞെടുക്കുന്നു. 6-ലധികം വരുന്ന ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ കേന്ദ്രമാക്കി ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു. അവരുടെ ഹെൽമറ്റിലും വസ്ത്രത്തിലും അടക്കം ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ ഈ പാവപ്പെട്ടവരെ കൊന്നൊടുക്കുന്ന ഭീകര ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് തുടർന്നങ്ങോട്ടൊരു ഭയപ്പാട് അവിടെയുള്ള പ്രദേശവാസികൾക്കും സാധാരണക്കാർക്കുമൊക്കെ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ ഇത്രയൊക്കെ ആസൂത്രണം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും കേന്ദ്ര ഇന്റലിജൻസിന് പാളിച്ച പറ്റിയോ? ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ച ആദ്യത്തെ കാര്യത്തിൻ്റെ മറുപടി പറയാം. ഭാരതം അതിശക്തമായ രീതിയിൽ ഇന്ത്യ ഭരിക്കുന്നത് നെഹ്റു കുടുംബമല്ല. ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ ധീരപുത്രനാണ്. ഭാരതീയർക്കുണ്ടാവുന്ന ഏത് വേദനയോടും അദ്ദേഹം കടപ്പെട്ടിരിക്കും. ഇന്ന് ഭാരതത്തിനുണ്ടായിട്ടുള്ള വേദന എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉണ്ടാക്കിയ വേദനയാണ്. നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്തിന് രണ്ടാമതൊരു കാര്യം ആരും ചിന്തിക്കേണ്ടതില്ല. അതിൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന നിലയിലാണ് നയതന്ത്ര ഓഫീസ് റദ്ദ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത വെളിയിൽ വന്നിരിക്കുന്നത്. നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1971 നമ്മൾ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ഓഫീസ് അടച്ചു. അതിൻ്റെ അടിസ്ഥാനം, അതിന് കാരണമെന്താണെന്നത് എല്ലാവർക്കും അറിയാം. 1971 നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിൻ്റെ പിന്നിൽ അതിനുശേഷം നടന്നതെന്താ? അതിനുശേഷം നടന്നത് പാകിസ്ഥാൻ 2 കഷ്ണമാവുകയാണ് ചെയ്തത്. അപ്പോൾ നയതന്ത്ര ബന്ധം ഇല്ലാതായാൽ പിന്നെ രണ്ടാമത്തത് എൻ്റെ വാഗുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നുള്ളത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളത് യുദ്ധമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തെ, അതിനെ പാകിസ്ഥാൻ എന്നല്ല പറയേണ്ടത്. ചില ആളുകൾ പറയുന്നത് പോലെ അത് ഭീകരസ്ഥാനാണ്. ആ ഭീകരസ്ഥാനെ ഒന്നാകെ ഇല്ലാതാക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനായിട്ടുള്ള സയ്യിദ് അസീം മുനീർ അദ്ദേഹം പറഞ്ഞത് കാശ്മീരാണ് ഞങ്ങളുടെ സിരകളിലെ ചോര. ജനുവരി 2026 ഫെബ്രുവരി 2-ാം തീയതി കാശ്മീർ പാകിസ്ഥാൻ്റെ കൂടെ ചേരുമെന്ന ആ വൃത്തികെട്ട മനുഷ്യൻ, ആ നരാധമൻ, ആ നരഭോജി പ്രഖ്യാപിച്ചത് അയാളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് കാലൻ്റെ അടുത്തേക്ക് പോകാൻ അയാൾക്ക് സമയമായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നരഭോജിയുടെ മനസ്സാണ് അയാൾക്കുള്ളത്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ മനസ്സാണുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫേസ് ഇല്ലാത്ത, മുഖമില്ലാത്ത രാജ്യമാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന രാജ്യമാണ്. ഒരു കിലോ ഗോതമ്പിന് വേണ്ടി ജനങ്ങൾ ലോറിയുടെ പിന്നാലെ ഓടുന്ന കാഴ്ചയാണ് പാകിസ്ഥാൻ ഉള്ളത്. ഇന്ന് ലോകത്ത് പാകിസ്ഥാനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളില്ല. പണ്ട് ഇന്ത്യയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ട് ഇന്ത്യയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ, അല്ലെങ്കിൽ പണ്ട് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു വിദേശ നേതാവ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സന്ദർശിച്ച ഉടനെ അവർ സന്ദർശിക്കുക പാകിസ്ഥാനാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഭൂപടത്തിൽ, ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ ഇല്ല. ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ അപ്രസക്തമാണ്. ലോക ഭൂപടത്തിൽ, ലോക നേതാക്കളുടെ മുമ്പിൽ പാകിസ്ഥാൻ എവിടെയുമില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകം തിരിച്ചറിയാത്ത ഒരു ഭീകര രാജ്യം മാത്രമായിട്ട് മാറുമ്പോൾ, വികസനമില്ലാതെ മാറുമ്പോൾ, സാമ്പത്തികമായി തകരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കണം. അവരെ ഒരു ഭാഗത്തു നിന്ന് താലിബാൻ ആക്രമിക്കുന്നു, മറുഭാഗത്തു നിന്ന് അവർ മറ്റു പല രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു. അവരുടെ സാമ്പത്തികമായി അവർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ നിന്ന് അവരുടെ ട്രെയിൻ അടക്കം കട്ടുകൊണ്ട് പോകുന്നു, കൊള്ള ചെയ്യുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്താണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു പിടിവള്ളിയായിട്ട് ഈ കാടുകളുള്ള മലയുടെ താഴ്വാരത്തിലേക്ക് ഇറങ്ങിയാൽ കാട്ടിൽ ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ആ ഒരു സ്ഥലത്ത് ഈ സൈഫുള്ള ഖസൂരി എന്ന് പറയുന്ന തീവ്രവാദി, TRFൻ്റെ നേതാവ്, ഈ ലഷ്കർ തോയ്പയുടെ നേതാവായിട്ടുള്ള സൈഫുള്ളി ഖസൂരിയുടെ ആയിട്ട് പങ്കുചേർന്ന് അയാളുമായിട്ട് ഒരു ലിങ്കുണ്ടാക്കി ആ ഭീകര പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് അവരെ ഇറക്കിവിട്ട് ഈ രീതിയിൽ നിരപരാധികളെ കൊന്നത്. വാസ്തവത്തിൽ ടൂറിസ്റ്റുകളെ ഇവർ ലക്ഷ്യം വെച്ചത് എന്തുകൊണ്ട്?
കാശ്മീരിലെ ജനങ്ങളെ പണ്ട് വെടിവെച്ച് കൊന്നിരുന്നു. പക്ഷേ ഇന്ന് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചത് ഇന്ത്യ മുന്നേറുന്നു. കാശ്മീരിലെ ജനങ്ങൾക്ക് ഇനി പാകിസ്ഥാനെ വേണ്ട. പാകിസ്ഥാൻ്റെ ബന്ധമില്ലാത്ത, പാകിസ്ഥാനെ എതിർക്കുന്ന, ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന, ഇന്ത്യയുടെ ഭാഗമായി എല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ ഭാരതീയരാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാശ്മീർ വരുമ്പോഴാണ് ഈ രീതിയിലുള്ള അക്രമം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ പാകിസ്ഥാന് പിടിവള്ളിയായി ഈ ഇന്ത്യയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വിദേശ പര്യടനത്തിനായി, ഇന്ത്യൻ പര്യടനത്തിനായി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇതുവരെ ഇവരെയൊക്കെ പാകിസ്ഥാനെ സഹായിച്ചിരുന്ന സൗദി അറേബ്യയിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പ് കിട്ടുന്നു. അവിടെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു താല്പര്യവും ആ രാജ്യം കാണിക്കാത്ത തരത്തിൽ ഭാരതവുമായിട്ടുള്ള ഊഷ്മള ബന്ധമുണ്ടാകുന്നു. ഈ ഒരു അന്തരീക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഭീകര അക്രമം അവരഴിച്ചുവിട്ടത്. അപ്പോൾ ഈ ഭീകരാക്രമം അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു സാഹചര്യം, അതിന് നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ലാപ്സാണോ, നമ്മുടെ ഇൻ്റലിജൻസ് ഫെയിലിയർ ആണോ എന്നൊക്കെ സ്വാഭാവികമായും ചിന്തിക്കാം. നമുക്കറിയാം അമർനാഥ് യാത്ര ഈ പഹൽഗഞ്ചിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ അമർനാഥ് യാത്രയുടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അമർനാഥ് യാത്ര കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് സെക്യൂരിറ്റി ഫോഴ്സ് അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുക, ഒരു പ്രശ്നവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ പെട്ടെന്ന് സെക്യൂരിറ്റി ഫോഴ്സിനെ നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം അവർ നിരവധി അക്രമങ്ങൾ ആ അക്രമങ്ങളെ മുഴുവൻ അക്രമങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാൻ, ഭീകരവാദം ഇല്ലാതാക്കാൻ, ഭീകരപ്രവർത്തനങ്ങളെ തടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഒരുപക്ഷെ കണ്ണ് ചിമ്മി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ അത് വീഴ്ച എന്ന് പറയരുത്. കാരണം ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കാൻ സാഹചര്യമുണ്ട്. കാശ്മീരിൽ കഴിഞ്ഞ പാസ്റ്റിൽ, അതായത് 47-ന് ശേഷമുള്ള കാലഘട്ടം, പ്രത്യേകിച്ച് 87-ന് ശേഷമുള്ള കാലഘട്ടത്തിൽ എന്നും നൂറുകണക്കിന് ആളുകൾക്ക് നേരെ ബോംബും, പോലീസിനെതിരെ കല്ലേറും, പട്ടാളത്തിനെതിരെ കല്ലേറും, ആരെ പോലെയുള്ള ഭീകരപ്രവർത്തനങ്ങൾ അരങ്ങേറിയ നാടായിരുന്നു കാശ്മീർ. പക്ഷെ ആ കാശ്മീരിൽ സമാധാനം പുലർന്നു. ഏതാണ്ട് 6 ജില്ലകൾ പരിപൂർണമായിട്ടും തീവ്രവാദി ബന്ധമില്ലാത്ത, തീവ്രവാദി മുക്തം, ഭീകരവാദിമുക്ത ജില്ലകളായി പ്രഖ്യാപിക്കപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അവർക്ക് അനുകൂലമായ ചില ആളുകളും അനുകൂലമായ സാഹചര്യവുമുണ്ട്. അതാണ് മഞ്ഞ് വീഴുന്ന, അതാണ് കാട് നിറഞ്ഞു നിൽക്കുന്ന, കാട്ടിൽ ഏത് സമയത്തും ഒളിക്കാൻ പറ്റിയ, ഏത് സമയത്തും മലയിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാവുന്ന ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ സ്ഥലത്താണ് വാസ്തവത്തിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. 2 ഭീകരവാദികൾ അത് ആ പ്രദേശത്തുള്ളവർ തന്നെയായിരുന്നു. അവർക്ക് അവിടെയുള്ള ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത അനുസരിച്ച് അവരുടെ ഭാഷ പാകിസ്ഥാൻ ഭാഷയിലാണ് അവർ സംസാരിച്ചിരുന്നതെന്നും, അതുപോലെ ഫുട് പ്രിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം POKയുമായി ബന്ധപ്പെട്ട ഭീകരവാദികളുടെ, പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദികളാണ് എന്നും ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പാകിസ്ഥാനെ ഈ രീതിയിലുള്ള ഒരു ഭീകര രാജ്യം സൃഷ്ടിച്ചതാരാ? ഇന്ന് ഈ രാഷ്ട്രീയ ഭീകരവാദികളായിട്ടുള്ള VD സതീശൻ്റെ മുത്തച്ഛനാ. ജവഹർലാൽ നെഹ്റുവിൻ്റെ തീരുമാനമാണ്. ജവഹർലാൽ നെഹ്റുവിന് അന്ന് ഭാരതമെന്ന അമര സന്ദേശമായിരുന്നു എങ്കിൽ, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ആളുകളുടെ ചിന്തയായിരുന്നുവെങ്കിൽ ഈ ഭീകര രാജ്യം ഉണ്ടാകുമായിരുന്നില്ല, ഭൂപടത്തിലുണ്ടാകുമായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ POK മുഴുവൻ പിടിച്ചെടുത്തതല്ലേ ഇന്ത്യൻ സൈന്യം. അത് മുഴുവനും ഈ ഭീകരവാദികൾക്ക് തുറന്നുകൊടുത്ത, പാകിസ്ഥാന് വിട്ടുകൊടുത്ത രാജ്യദ്രോഹപരമായ നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. വാസ്തവത്തിൽ സെക്യൂരിറ്റി ഫോഴ്സിനെ അല്ല പറയേണ്ടത്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പാളിപ്പോയ നയതന്ത്രവും പാളിപ്പോയ കാശ്മീർ നയവുമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്നത്തെ കൂട്ടക്കുരുതിയുടെ കാരണക്കാർ
ആരെയെന്ന് ചോദിച്ചാൽ അത് ആദ്യ നെഹ്റു സർക്കാരും നെഹ്റുവുമാണ് എന്ന് പറയേണ്ടി വരും. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പട്ടേലിനെ പോലുള്ള ആളുകൾ അതിശക്തമായ തീരുമാനമെടുത്തപ്പോൾ പട്ടേലിനെ കവച്ചു വെച്ച് അതിജീവിച്ച് കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ പാകിസ്ഥാന് വിട്ടുകൊടുത്ത, പാകിസ്ഥാനുമായിട്ട് വേറൊരു തരത്തിലുള്ള ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചത് ഏത് രീതിയിലാണോ തിബത്തിനെ വിട്ടുകൊടുത്തത് ചൈനയ്ക്ക്, അതേപോലെ POK വിട്ടുകൊടുത്തുകൊണ്ട് അന്നത്തെ യുദ്ധത്തിലടക്കം നെഹ്റു എടുത്ത നിലപാടാണ് ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കാരണം. അതുകൊണ്ട് സെക്യൂരിറ്റി വീഴ്ചയല്ല, മറിച്ച് നെഹ്റുവിൻ്റെ നയതന്ത്ര പാളിച്ചയും നെഹ്റുവിൻ്റെ പാകിസ്ഥാൻ പ്രേമവുമാണ് ഇന്നത്തെ ഈ ഭീകരവാദ കുരുതിക്ക് കാരണം എന്നാണ് ചരിത്രപരമായി എനിക്ക് പറയാനുള്ളത്. ശരി, കേണൽ രാജീവ് മണാലി, ഇവിടെ ലോകരാഷ്ട്രങ്ങൾ അതിശക്തമായി തന്നെ ഈ ഭീകരാക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. കശ്മീർ വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഭീകരവാദികളുടെ ലക്ഷ്യമെങ്കിൽ അത് പാകിസ്ഥാനെതിരെ, ലഷ്കർ ഇ തോയ്ബയ്ക്കെതിരെ, സാധാരണക്കാരെ വെടിവെച്ചു കൊന്ന ആ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ തിരിയുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അവർ എല്ലാവരും ശക്തമായി അപലപിച്ചിരിക്കുന്നു. ഒപ്പം POK വീണ്ടും ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. ഒരുപക്ഷെ നയതന്ത്ര തലത്തിൽ ഇനി ഭാരതം മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി പല ഇൻ്റർനാഷണൽ ഫോറത്തിലും ഇതിനകം തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. കാശ്മീർ പ്രശ്നത്തിന് ഒറ്റ പോംവഴിയേ ഉള്ളൂ, അത് POK ഇന്ത്യയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ കാശ്മീരിൻ്റെ ഭാഗമാകുക, കാശ്മീരിൻ്റെ പുനരേകീകരണം ആണ് ഒറ്റ വഴി എന്ന് അദ്ദേഹം പലയിടങ്ങളിലും പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അവിടെയെല്ലാം അദ്ദേഹം പറഞ്ഞതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. അത് ഈ കഴിഞ്ഞ പല മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞു തന്നെ ആയിരിക്കണം, അവർ ചെയ്തിരിക്കുന്ന ഈ ഹീനകൃത്യത്തിൻ്റെ പരിണിത ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന PO അതിൽ നിന്ന് മാറി വെറും K മാത്രമാകും, കാശ്മീർ മാത്രമാകും. കാശ്മീർ ഒറ്റ ഒരു സംസ്ഥാനമായി നിലകൊള്ളുന്നത് നമ്മൾ ഈ അനധിവിദൂര ഭാവിയിൽ കാണാനിടയാകും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാൻ തന്നെ ഒരു പക്ഷേ ഇല്ലാതാകുന്നൊരു സിറ്റുവേഷനിലേക്കായിരിക്കും അവരെ തന്നെ കൊണ്ട് എത്തിച്ചിരിക്കുക. അവർക്ക് വീണ്ടും വിചാരം എന്നൊരു സംഗതി പല കാര്യങ്ങളിലും കുറവാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കാർഗിൽ യുദ്ധത്തിലായാലും പല ഇടങ്ങളിൽ അവരുടെ പ്രവൃത്തികൾ കണ്ടാലും വീണ്ടും വിചാരം എന്നൊരു സംഗതി അവിടെ ഇല്ല, അവർക്കത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ വീണ്ടും വിചാരമില്ലായ്മയുടെ ഫലമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാശ്മീരിൻ്റെ പുനരേകീകരണമായിരിക്കും. ഈ POK എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല, അധികം നാൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അതിലേക്കായിരിക്കട്ടെ നമ്മുടെ എല്ലാ നീക്കങ്ങളും എന്നും കൂടെ ഞാൻ പ്രത്യാശിക്കുന്നു. ശ്രീമതി നുസ്രത് ജഹാൻ, പ്രീണന രാഷ്ട്രീയം കണ്ട് മടുത്ത ഒരു ജനതയുണ്ട്. ഒരു പരിധിയിൽ കൂടുതലുള്ള പ്രീണന രാഷ്ട്രീയം രാജ്യത്തെ തന്നെ കാർന്നു തിന്നുമെന്നുള്ള മുന്നറിയിപ്പും പല ആവർത്തി നൽകി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇത് പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി അവർ ഇത്തരം ഇരട്ടത്താപ്പുകളൊക്കെ നടത്തുമെങ്കിലും കൺമുന്നിൽ ചുട്ടുകൊന്ന കുറേ നിരപരാധികൾക്ക് പോലും അവരെപ്പോലും ന്യായീകരിക്കാതെ അവിടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം വച്ചു പുലർത്തുന്ന സമീപനം, അതല്ലേ ഏറെ വേദനിപ്പിക്കുന്നത്? അതെ, അവര് വേദനിപ്പിക്കുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ബ്ലഡ്, അവരുടെ റൂട്ടും അതാണ് ഈ പ്രതിപക്ഷം, VD സതീശൻ, ബേബി, റോബർട്ട് വദ്ര. കാരണം വയനാട്ടിൽ അമ്മായിന്റെ പുതിയാപ്പിളയാണല്ലോ, അളിയനല്ലേ, കോൺഗ്രസിന്റെ അളിയനല്ലേ. അളിയൻ ഇപ്പൊ പറയണത് എന്താ? മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലാത്തത് കൊണ്ടാണ് ആക്രമണം. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് അളിയന് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യം രാഷ്ട്രീയത്തിൽ വന്നോട്ടെ. ഇന്ത്യ മഹാരാജ്യം ഇന്ന് നെഹ്റു കുടുംബമല്ല ഭരിക്കുന്നത്. നെഹ്റു കുടുംബത്തിന് അത് കൈവിട്ടു പോയിട്ടുണ്ട്. കാരണം ചെയ്തു കൂട്ടിയ ആക്രമങ്ങളും കൊലയും കൊലപാതകങ്ങളും സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം തൊട്ടിട്ട് നമുക്കറിയാം എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു ജനത ഇന്ന് ഇവിടെ പിന്നെന്താ പറയാ, ഇന്ന് ലോകം അത് അറിഞ്ഞിരിക്കണു. ആൾക്കാർ, ഇന്ത്യയിലുള്ള എത്രയോ ഏറെ മുസ്ലിങ്ങളും ഇന്ന് രാജ്യസ്നേഹികളാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട സമയം അവരെത്തി. അപ്രൂട്ട് ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട് അവര് മലപ്പുറം ജില്ലയിലും വേറെ ജില്ലകളിലൊക്കെ
ഹമാസിന്റെ മുതലാളിമാരെയും ഈ ലഷ്കർ ഇ തൊയ്ബയുടെ മുതലാളിമാരെയും ഫോട്ടോ വെച്ചവർക്ക് ഇനി ഈ ആക്രമികളുടെ ഫോട്ടോ വെച്ച് അവർ ജാഥ നടത്തും നാളെ കേരളത്തിൽ. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നയതന്ത്രത്തിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ അറിയിക്കേണ്ടിയിരിക്കണം. തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭയ്ക്കും പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്കും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെയ്തിരിക്കും. എല്ലാവരുടെയും പാസ്പോർട്ട്. പണ്ട് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻജി പറഞ്ഞു അർബൻ നക്സലൈറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെയോ പേരില്. ആ അർബൻ നക്സലൈറ്റുകളുടെയും യാത്രാ രേഖകള് ബ്ലോക്ക് ആക്കി കളയണം. ഒരാൾക്കും പാസ്പോർട്ട് അനുവദിക്കരുത്. ഉള്ള പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിടണം. തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യണ നേതാവായാലും രാഷ്ട്രീയക്കാരനായാലും മതവും ജെൻഡറും ഒന്നും നോക്കാതെ, നമ്മളിവിടെ മതവും ജെൻഡറും നോക്കാതെ ഒരിക്കലും ഇന്ത്യക്ക് പുറത്തു പോകാനുള്ള അനുവാദം ഈ തീവ്രവാദികൾക്ക് കൊടുക്കരുത്. കാരണം ഈ കാശ്മീരിനെ ഇനി വിഭജിക്കാനും അതേ സംഗതി കേരളത്തിൽ കൊണ്ടുവരാനുമാണ് ഇപ്പൊ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരോടൊക്കെ നമുക്കൊന്നേ പറയാനുള്ളൂ. വീണ്ടും ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് ഞാൻ അത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്രാനി ഭവതി ഭാരത അഭ്യുത്നാമം അധർമ്മസ്യ തദാത്മന സൃജാമഹ്യം. ഹോ അർജുന, എപ്പോഴൊക്കെ ധർമ്മത്തിന് ക്ഷീണവും പാപത്തിന് വർധനയും ഉണ്ടാവുന്നു അവിടെയെല്ലാം ഞാൻ പ്രത്യക്ഷപ്പെടും, ഞാൻ പുനർജനിക്കുമെന്ന പറഞ്ഞ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വാക്കുകളാവട്ടെ ഇന്നത്തെ നരേന്ദ്രമോദി എന്ന് ആശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മരണപ്പെട്ട 29 ആൾക്കാരെ മുമ്പിലും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദി. ശരി, ഡോക്ടർ ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഭാരതത്തിൻ്റെ ശബ്ദം ലോകം കേൾക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്, സാമ്പത്തിക ശക്തിയിൽ. അതോടൊപ്പം യുദ്ധമുന്നണിയിലുള്ള രാജ്യങ്ങൾ പോലും ഭാരതത്തിൻ്റെ മധ്യസ്ഥത വഹിച്ചാൽ തങ്ങൾ അത് കേൾക്കാം എന്ന് പറയുന്നു. അത്രമാത്രം സമാധാന പ്രിയരാണ് ഭാരതം എന്നുള്ളത് ഈ ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം. ഭാരതത്തിൻ്റെ ഉയർച്ച, സാമ്പത്തിക ശക്തിയിലുള്ള ഉയർച്ച, പ്രതിരോധ മേഖലയിലുള്ള ഉയർച്ച, അങ്ങനെ സർവാത്മന ഭാരതം ഒരു വികസിത രാജ്യത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഓലപ്പാമ്പുകൾ പാകിസ്ഥാൻ കാട്ടുന്നത് എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് നിഷ്പ്രയാസം തുടച്ചു നീക്കാൻ കഴിയും. ഭാരതത്തെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും വിധേയമാക്കാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശം ഇതൊരു അവസാനത്തെ ആക്രമണമായി പാകിസ്ഥാൻ പഠിക്കട്ടെ എന്നുകൂടി നൽകുന്ന ഒരു സൂചനയും സന്ദേശവുമായി ഭാരതത്തിന് തിരിച്ചടി നൽകാൻ കഴിയുകയില്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു കാലഘട്ടത്തിൽ എവിടെയും ഭീകരാക്രമം, ഏത് ഭാഗത്തും ബോംബ് പൊട്ടൽ, ഏത് സമയത്തും നിരപരാധികൾ കൊല്ലപ്പെടൽ, സൈനികരെ തലവെട്ടിയെടുക്കുക, സൈനികരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുക, സൈനിക താവളത്തിൽ വന്ന് സൈനികരെ ആക്രമിച്ച് കൊല്ലുക, ഇങ്ങനെ നിരന്തരം ഭാരതത്തിൽ 1947 ശേഷം പാകിസ്ഥാൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്തെല്ലാം സംയമനത്തിൻ്റെ സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നട്ടെല്ല് വളച്ച് ഭീകരവാദികളോട് നേരിട്ട് ഏറ്റുമുട്ടാതെ, ആയുധം പോലും സൈനിക ശക്തിക്ക് ആയുധം പോലും മേടിച്ചു കൊടുക്കാതെ പല സമയത്തും ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യ 2014 വരെ. അതിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ 5 വർഷം മാറ്റി നിർത്തിയാൽ 60 വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കാശ്മീരിലെ പാവപ്പെട്ട സൈനികരെ കൊന്ന ഇതേ ഭീകരവാദിയെ മൻമോഹൻ സിംഗ് തോളിൽ കൈവച്ച് അഭിനന്ദിച്ച് ഡൽഹിയിൽ കൊണ്ടുനിരുത്തിയ ആ കാഴ്ച നമ്മൾ മറന്നിട്ടില്ല. ഇത് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഒരു സമീപനമാണ്. കോൺഗ്രസ് പാകിസ്ഥാനുമായി ചേർന്ന്, അവർക്ക് അധികാരമേ വേണ്ടൂ, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് കണ്ട സമയത്ത് പാകിസ്ഥാനുമായി ചേർന്ന് ഈ കോൺഗ്രസ് കുലം കുത്തികൾ. അപ്പോൾ ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് റഷ്യയുടെ പുടിൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പുടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞ ഉടനെ ട്രംപ് ലോകരാജ്യങ്ങൾ മുഴുവനും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഈ വിധ്വംസക, ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ ഇന്ത്യയോടൊപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് പാകിസ്ഥാൻ്റെ നാവായിട്ട്
ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് MA ബേബിയും VD സതീശനും രംഗത്ത് വന്നിട്ടുള്ളത്. ലോകം മുഴുവൻ ഇന്ത്യയുടെ കൂടെയാണ്. കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ്. കാശ്മീരിലെ ജനങ്ങൾ 370 എടുത്തു കളഞ്ഞത് നന്നായി എന്ന് പറഞ്ഞ് അവർ പ്രഖ്യാപിക്കുമ്പോഴാണ് 370 എടുത്തു കളഞ്ഞതിൻ്റെ വേദനയിലാണ് ഈ അക്രമം ഉണ്ടായത് എന്നാണ് MA ബേബി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ്റെ നാവാണ് MA ബേബിയുടെയും VD സതീശൻ്റെയും എന്നല്ലേ? അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതം എന്ന് പറയുന്നത് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോക സൂര്യനായി ഭാരതം മാറുകയാണ്. ഭാരതത്തിലേക്ക് വിദേശികൾ ഭാരതത്തിൽ വ്യവസായം തുടങ്ങാൻ FDIയുടെ ഒഴുക്കാണ്. ഭാരതത്തിൽ നയതന്ത്ര മേഖലയിൽ ഭാരതം ലോകം മുഴുവനും മാതൃകയാണ്. അമേരിക്കയിൽ നിന്ന് ഈ നമ്മുടെ ബോംബെയിലെ 166 പേരെ വെടിവെച്ച് കൊന്നതിൻ്റെ സൂത്രധാരകൻ, ആ സൂത്രധാരനെ നമ്മൾക്ക് വിട്ടുകിട്ടിയപ്പോൾ ആ സൂത്രധാരൻ വിട്ട് നമ്മളുടെ കയ്യിലേക്ക് റാണെ വന്നത് ഒരു കാരണവശാലും പാകിസ്ഥാന് സഹിക്കാൻ പറ്റില്ല. റാണയുടെ കയ്യിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് മുഴുവനും പാകിസ്ഥാനെതിരെയുള്ളതാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് പാകിസ്ഥാൻ വിറങ്ങലിച്ച് നിൽക്കുന്ന പാകിസ്ഥാൻ ആണ് പാകിസ്ഥാൻ്റെ അവസാനത്തെ ആയുധമായിട്ട് ഈ നിരപരാധികളെ ഇങ്ങനെ കുരുതി കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഞാൻ പറയാം, ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ അസ്തമിക്കുകയാണ്. ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ ഇല്ലാതാവുകയാണ്. ലോക സാമ്പത്തിക കമ്പോളത്തിൽ പാകിസ്ഥാൻ നിർജീവമാണ്. ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ ഇല്ലാതാവുകയാണ് ഈ അക്രമത്തോടുകൂടി. അതേസമയത്ത് ലോകരാജ്യങ്ങൾക്കിടയിലെ സൂര്യനായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതം. സർവ്വമേഖലയിലും, കയറ്റുമതിയുടെ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, നയതന്ത്ര മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ, കാർഷിക മേഖലയിൽ ഇന്ന് ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുന്നു. കാർഷികമായിട്ട് വ്യാവസായികമായിട്ടുള്ള കയറ്റുമതി ഭാരതത്തിൻ്റെ 4 ഇരട്ടിയായി മാറിയിരിക്കുന്നു. 2014 ഈ ഭാരതം 10ാം സ്ഥാനത്തായിരുന്നു സാമ്പത്തിക ശക്തിയെങ്കിൽ 2019-2021 ആയപ്പോഴേക്കും അത് 5ാം സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് 2-3 സാമ്പത്തിക ശക്തിയായി, ലോകത്തെ സാമ്പത്തിക ശക്തിയായി നാം ഉയരുകയാണ്. ലോകത്തെ ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ വളർച്ച കുറയുമ്പോൾ, അമേരിക്കയിൽ മാന്ദ്യം അനുഭവിക്കുമ്പോൾ, ലോകം മുഴുവനും സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുമ്പോൾ ഭാരതം ഉയരുകയാണ്. അതുകൊണ്ട് ഈ ഓലപ്പമ്പിട്ട് ഈ ഭാരതത്തെ ഇല്ലാതാക്കാമെന്ന് വിചാരിക്കേണ്ട. അതിശക്തമായ തിരിച്ചടി ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭാരതത്തിൽ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപമുണ്ടാക്കാനാണ് അവർ പലതും ഈ പാകിസ്ഥാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രത്തിന് കൊടുത്തിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതെ, തീർച്ചയായും ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ശാന്തിയുടെ താഴ്വര സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിരപരാധികളുടെ ഈ കൂട്ടക്കൊലയ്ക്ക് ഭാരതം തക്കതായ മറുപടി നൽകുമെന്നാണ് ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. ഭാരതത്തിൻ്റെ മണ്ണിൽ കടന്ന് ഭീരുക്കൾ നടത്തിയ ഈ കൊടും ക്രൂരതയ്ക്ക് അധികം വൈകാതെ തന്നെ ഇതിനു കാരണക്കാരായവർ അതിൻ്റെ തിക്തഫലം അനുഭവിച്ചു തുടങ്ങും. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.